നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ഇടതുമുന്നണിയുടെ ഭരണം ഗുരുവായൂർ നഗരസഭയെ കാൽ നൂറ്റാണ്ട് പിറകോട്ട് നയിച്ചതായി AICC അംഗം അനിൽ അക്കര. കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന സദസ്സിൽ മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R. രവികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റവിചാരണ വിഷയാവതരണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, നേതാക്കളായ അരവിന്ദൻ പല്ലത്ത്, CJ സ്റ്റാൻലി, OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, B. വിജോയ്, CS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. LRBA ജീൻ മ്യൂട്ടേഷൻ എന്ന അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ സഹോദരങ്ങളുടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ 12 വയസ്സുള്ള അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ ബോൺ മാരോ ശസ്ത്രക്രിയയ്ക്കാണ് കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGM LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർ വീർത്തു നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. അസഹ്യമായ വേദനയുമുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. 5 വർഷമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്ര നാളും ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ ഏക പോംവഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം. ചെലവുകൾ ഒരു കുട്ടിക്ക് ആശുപത്രി ചെലവ് 40 ലക്ഷം രൂപ വരും. അതുപോലെ ഈ മജ്ജ നൽകുന്ന ഡോണർക്ക് 8.5 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സർജറി കഴിഞ്ഞിട്ട് ചെന്നൈ അപ്പോളോയിലാണ് ചികിത്സ ചെയ്യുന്നത്. അവിടെ തന്നെ ഇതിന്റെ തുടർ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ താമസിക്കേണ്ടതുണ്ട്. ഒരു 6 മാസത്തോളം ചിലപ്പോൾ താമസിക്കേണ്ടി വരും. ആ സമയത്തെ ചെലവുകളും വരും. ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനും ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളും, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ചെയർമാനും, ബ്ലോക്ക് മെമ്പർ രജിത ഷിബു, വാർഡ് മെമ്പർ രത്നകുമാരി വൈസ് ചെയർമാൻമാരായും സാമൂഹിക പ്രവർത്തകൻ A. സജി കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്.
ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അക്കൗണ്ട് വഴിയോ 82 81 64 38 76 എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായങ്ങൾ നൽകാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 27 99 02 00 00 300. IFSC കോഡ് IOBA 0002799. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 64 38 76 98 46 72 30 81 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. 28 വർഷമായി നടത്തിവരുന്ന കടവല്ലൂർ ദേശവിളക്ക് നവംബർ 27 വ്യാഴാഴ്ച ആഘോഷിക്കും. കടവല്ലൂർ വടക്കുമുറി സെന്ററിൽ പരേതനായ മരത്തങ്കോട് ജ്യോതി പ്രകാശ് ഗുരുസ്വാമിയുടെ മകൻ ജയദേവൻ ഗുരുസ്വാമി വിളക്കാചാര്യനാകും. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുന്ദരൻ, ട്രഷറർ MK കുഞ്ഞുണ്ണി, CR ജയൻ, PK പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് പുന്നൂർകുളം യൂണിറ്റ് സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ ഇൻചാർജ് വഹിക്കുന്ന സജിൻ വെന്നിക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് EK ഷഹീർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി AK സുനിൽ റിപ്പോർട്ടും ട്രഷറർ PB വൈശാഖ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമനിധി സ്റ്റാറ്റ്യൂട്ടറി അംഗം സുഹാസ് D കോലഴി, ബാബു ജോർജ്, KP പ്രവീൺ, അജിത് രാജ്, PV സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന ചർച്ചയും പുതിയ കമ്മിറ്റി പ്രസിഡന്റായി EK ഷഹീർ, സെക്രട്ടറി രഞ്ജിഷ, ട്രഷറർ വൈശാഖ് എന്നിവർ അടങ്ങിയ 9 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലെ 24 സ്കൂളുകളിൽ ഭരണഘടനാ ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ഫലകം അനാച്ഛാദനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ VB ശ്യാം, വാർഡ് കൗൺസിലർ ലബി ബേസൻ, ഹെഡ്മിസ്ട്രസ് KK മഞ്ജുള എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലർമാരും ഭരണഘടനാ ഫലകം അനാച്ഛാദനം ചെയ്തു. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അത്തരം ക്രിമിനലുകൾക്കെതിരെ ജനങ്ങൾ തീരുമാനമെടുക്കേണ്ടിവരുമെന്ന് SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ BK ഹുസൈൻ തങ്ങൾ, ഉമ്മർ മുക്താർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TM അക്ബർ, EM ലത്തീഫ്, ജില്ലാ സെക്രട്ടറി AM മുഹമ്മദ് റിയാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിദ്ദിഖുൽ അക്ബർ, റാഫി താഴത്തേതിൽ എന്നിവർ സംസാരിച്ചു. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് കൊങ്ങണൂർ അമ്പിളി അങ്കണവാടിയിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC കുഞ്ഞൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ V ഗീത ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് നടന്ന ക്യാമ്പിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.